ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളൊരു കറന്റ് ഫീലിങ്സ് അതെന്താണ് എന്നുള്ളതാണ്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ഏത് രീതിയിലാണ് അവരുടെ ഓർമ്മകളിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Empress, High Priestess, Nine of Pentacles, Star Energy, Eight of Cups, Two of Pentacles, King of Wands, Seven of Cups, Four of Wands, Three of Swords, Knight of Swords, Three of Cups, Ace of Cups, Six of Swords, Eight of Swords, Temperance, Three of Wands, Ten of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിങ്സ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഒരു വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇവരുടെ ഒരു രീതികൾ, ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ഇവർ ഭയങ്കരമായിട്ട് ചെറിയ കാര്യത്തെ പോലും ഓവർ തിങ്ക് ചെയ്ത് ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതികളാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. എന്ത് രീതിയിലുള്ള പ്രശ്നമാണെങ്കിൽ പോലും ഇവരത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇപ്പൊ വലിയ രീതിയിലുള്ള പ്രശ്നം ഇവർ നിങ്ങളെ വേദനിപ്പിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇവരുമായിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർ അതിനെ ചിന്തിച്ചു കൂട്ടി ഭയങ്കരമായ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ ആ ഒരു ഭയങ്കരമായ ചൂടൊക്കെ ഒന്ന് ആറി തണുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ബോധം വന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്ന സമയം ഇപ്പോഴാണ്. ഇപ്പൊ അവർക്ക് അതിനകത്തൊക്കെ ഭയങ്കരമായ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് അവസ്ഥ, ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് ഒന്നെങ്കിൽ തന്റെ സ്വന്തം മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ച എന്നൊക്കെ പറയുന്നത് ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായ ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഭയങ്കരമായ ഒരു സ്നേഹം എന്ന് വെച്ചാൽ അത്രത്തോളം ഇവർ നിങ്ങളിലേക്ക് അഡിക്റ്റഡ് ആയിരുന്നിരിക്കാം ഒരു സമയത്ത്. എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സംഭവങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങൾ ആരും അല്ല എന്നുള്ള രീതിക്കൊക്കെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നും അതുപോലെ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്നും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴേക്കും ഇവർ ഭയങ്കരമായിട്ട് ഇപ്പോഴും ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ ചിന്തിച്ച് ഇവർ ഭയങ്കര ടയേർഡ് ആണ് ഇപ്പോൾ. നെഗറ്റിവിറ്റി മാത്രം ചിന്തിച്ച് ഇപ്പൊ അവർ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്. ഇനി ചിന്തിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ഒരു മാറ്റങ്ങൾ വേണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. അതുപോലെ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്താലോ, ആദ്യ ഒരു സമയത്ത് എങ്ങനെയാണോ വന്നത് ലൈഫിലേക്ക് അതുപോലെ വീണ്ടും കടന്നു വന്നാലോ
എന്നുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്താണ് ഇവര് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർക്ക് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു genuine ആയിട്ടുള്ള സ്നേഹത്തെയാണ് ഇവര് തെറിപ്പിച്ച് ദൂരേക്ക് കളഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം അവർക്ക് അനുഭവിക്കുന്ന ഈ ഒരു pain, ആ ഒരു pain ലാണ് അവര് തന്നെ realize ചെയ്യുന്നത് ഇവരുടെ life ല് നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഓർമ്മകളില് ഇവരുടെ ഒരു feelings എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവരുടെ ആ ഒരു ഹൃദയത്തിലേക്ക് ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. കുത്തി കുത്തി നോവിക്കുന്ന ഒരവസ്ഥ. അതാണ് ഇവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ spread കളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന Empress energy ആണ്. നിങ്ങളുടെ person ഈ relationship ന്റെ കാര്യത്തിൽ എന്തൊക്കെ situation ആണെങ്കിൽ പോലും സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു divine connection ഉള്ള relationship ആണ്. പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ചിന്തകളും അതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഇവരുടെ ചിന്തകളും repeat ചെയ്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഈ ഒരു സമയത്ത് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം മുതലുള്ള എല്ലാവിധ മെമ്മറീസും ആണ്. ഒരുപക്ഷെ നിങ്ങൾ unexpected ആയിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കാം. unexpected എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടെ പഠിച്ചവരോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. യാദൃശ്ചികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടിയിട്ട് അത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ ഒരു relationship ലേക്ക് മാറിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. അതിനുശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും lovers ആയിട്ട് നിൽക്കുന്നവരും ആയിരിക്കാം. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്നാണ് നിങ്ങൾ തമ്മിൽ connect ആയത്. ആ ഒരു connection ലൂടെ തന്നെ ഇവരാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങളാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എവിടെയോ വെച്ച് കണ്ടു മറന്ന മുഖം അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു feel നിങ്ങൾക്ക് പരസ്പരം തോന്നിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഒരു സമയത്ത് സംസാരിച്ചിരുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവർ ഇപ്പോൾ അതൊക്കെ repeat ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു nostalgia യിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു connection നിങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നത് എന്നുള്ളതും അതുപോലെ അതുകൊണ്ട് തന്നെ ഈ relationship ന് വേണ്ടിയിട്ട് താനായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ effort എടുക്കണം എന്നുള്ള ചിന്തകളും ഒക്കെ മനസ്സിലേക്ക് വരികയാണ്. അതോടൊപ്പം ഇവർക്ക് പക്ഷേ ഒരു confusion stage ആണ്. ഇവർക്കൊരു decision എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിവിടെ വന്നിട്ടുണ്ട്. ഇവർക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടത്? വേണമെന്ന് നന്നായിട്ടുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലാ വേണ്ടത് എന്നുള്ളത് അറിയാനും പാടില്ല. എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഓർത്തുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ എന്ന് പറയുമ്പോഴേക്കും മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള genuine ആയിട്ടുള്ള ഒരു feelings ഒക്കെ തോന്നുന്നുണ്ട്. അകന്ന് നിന്ന സമയത്താണ് ആ ഒരു ആത്മാർത്ഥത കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പുറമേക്ക് അത് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ person പുറമെ ഭയങ്കര down ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ emotions ഒക്കെ ഇവരായിട്ട് തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. കെട്ടി നിർത്തിയിരിക്കുകയാണ് പുറത്തേക്ക് വിടാത്ത രീതിയിൽ. പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരല്ലാതെയായി പോകുമോ എന്നുള്ള ചിന്തകളാണ്. അവിടെയും overthinking ആണ്. മറ്റുള്ളവർ എന്ത് ധരിക്കും? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു person ആണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ധരിക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര concern ആണ് ഇവര്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയുടെ energy ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എങ്കിലും relationship ന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് effort എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു സമയത്ത് ഇവരായിട്ട് തന്നെയാണ് കൂടുതലായിട്ട് effort എടുത്തിരുന്നത് ഈ relationship ല്. പക്ഷെ ആ ഒരു relationship ന്റെ മുന്നോട്ടേക്കുള്ള പോക്കിൽ പിന്നീട് ഇവരുടെ ആ ഒരു effort ന്റെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ നിങ്ങളായിരിക്കും കൂടുതലായിട്ട് effort എടുത്തത്. എന്നാൽ ഇപ്പൊ അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു പഴയ കാലത്തിലേക്ക് തന്നെ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാനായിട്ട് താനായിട്ട് തന്നെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. അതിന് മുന്നോടിയായിട്ട് ഒരു communication ആഗ്രഹിക്കുന്നുണ്ട്. ചിലവരുടെ കാര്യത്തിൽ നിങ്ങളുടെ relationship ഒരു lovers ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു commitment ഒന്നും നൽകാതെ മാറി നിന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു commitment ന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഇവരോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അതിനൊരു താല്പര്യക്കുറവ് എന്നുള്ള രീതിയല്ല. അവർ അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക. അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് നിങ്ങളെ വേണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ നിർത്തിയിട്ട് പോയത് അതേ സ്ഥലത്തേക്ക് അവർ വളരെ fast ആയിട്ട് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു commitment നിങ്ങൾക്ക് നൽകാനും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു commitment ലൂടെ ഒരു ആഘോഷം, ഒരു celebration എന്ന് വെച്ചാൽ വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹം അല്ലെങ്കിൽ ആ ഒരു ആഘോഷം നിങ്ങളുടെ relationship ൽ കൊണ്ടുവരിക. ഒരു strong foundation relationship ൽ build ചെയ്യുക. ആ ഒരു രീതിയിൽ എന്ത് രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിക്ക് അവർ ഒരു planning ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഭയങ്കര confusion ആണ് എല്ലായിടത്തും. ഇവിടെയാണെങ്കിലും confusion ആണ്, ഇവിടെയാണെങ്കിലും confusion ആണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ overthinking ആണ്. ഈ ഒരു person ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ life ൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ തീർച്ചയായും ഒന്ന് comment ചെയ്യണേ. കാരണം ഈ ഒരു spread ൽ വന്നിരിക്കുന്ന person അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് overthinking ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോയി കുളമാക്കുന്ന രീതി. അതാണ് ഇവരുടെ ഒരു രീതികൾ. ഒരു പക്ഷേ ഈ relationship ന്റെ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു proper communication നടന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെയും അവർ ചിന്തിച്ചു കൂട്ടുകയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ആ ഒരു ഓർമ്മകളിൽ വേദനയുണ്ട്. ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
അവിടെയും അവർ ചിന്തിച്ച് കൂട്ടി കൂട്ടി അതിനെ വലിയ രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ എടുത്തുചാട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനൊക്കെ എന്തായാലും ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ജീവിതം കുറേയധികം പാഠങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. ചുറ്റുപാടിന് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥയിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവരതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിങ്ങനെ ഒരു ആടി ഉലയുന്ന അവസ്ഥ പോലെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിൽ നിന്നും എത്രയും വേഗം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ എങ്ങനെയെങ്കിലും എത്തിക്കണം. ഈ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇവർക്ക് ഒരുപാട് ഓവർ സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. ഓവർ സ്ട്രെസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ എത്രയൊക്കെ അങ്ങനെ ചിന്തിച്ചാലും ഇവർ വീണ്ടും വീണ്ടും ഓവർ സ്ട്രെസ് തന്നെയാണ് എടുക്കുന്നത്. ഓവർ തിങ്കിങ് ചെയ്ത് കുളമാക്കുന്ന രീതികളാണ്. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളോട് നല്ല സ്നേഹമുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇവര് ഭയങ്കരമായിട്ട് ഒരു ചീറ്റ് ചെയ്തൊന്നും പോയവരായിരിക്കില്ല ചിലപ്പോ. എന്നുവെച്ചാൽ ചീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും വലിയ ചതി ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോയവരായിരിക്കില്ല. വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവര് അതിന് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഒരു പ്രശ്നം വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു രീതിയിൽ പോയ വ്യക്തിയായിരിക്കും. പക്ഷെ ഇവർക്ക് എഫേർട്ട് എടുക്കാമായിരുന്ന പല പല സന്ദർഭങ്ങളും നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കൊടുത്തിട്ടും അതൊന്നും ഇവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഇവരിപ്പോ ചിന്തിക്കുന്നുണ്ട്. ഒരു സമയത്ത് എഫേർട്ട് എടുക്കാവുന്ന സമയം ഉണ്ടായിരുന്നു, പ്രവർത്തിക്കാവുന്ന സമയം ഉണ്ടായിരുന്നു, ആരും തന്നെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം തന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു. അതൊക്കെ ഇവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹമൊക്കെ നൽകി ബന്ധത്തെ ഒന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും full time നിങ്ങളെ കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഏത് രീതിയിൽ communicate ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ block ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ഇപ്പോഴും block ഒന്നും മാറ്റിയിട്ടുണ്ടാവില്ല. അതും ഇവർ ചിന്തിക്കുവാണ്. എങ്ങനെ block മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു block മാറ്റാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു പൂർണ്ണമായ തീരുമാനം ഇവരുടെ ഉള്ളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവർക്ക് എന്തൊക്കെ confusion ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തില് ഈ ഒരു person നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇവരുടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് ആ ഒരു universal power ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു universal mother തന്നെയാണ് ഇവരുടെ ഉള്ളിൽ ആ ഒരു കാര്യം പ്രവർത്തിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ ഈ രീതിക്കൊക്കെ പ്രവർത്തിക്കണമെന്നും ഒരുപക്ഷെ നിങ്ങളുടെ relationship ൽ ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളതും നിങ്ങൾക്ക് വിധിയായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നിരിക്കാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും relationship നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ഇവരൊരു immature personality ആണ്. age wise ആയിരിക്കില്ല. ചെയ്യുന്ന കാര്യങ്ങൾക്ക് എടുത്തുചാട്ടം കൂടുതലൊക്കെ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു character കൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ വേണം. ഈ ഒരു ബന്ധത്തിനെ ഒരു നിലനിൽപ്പോട് കൂടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും connection ഒരു divine connection ഉള്ളതായതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു gap എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു strength വീണ്ടെടുക്കാനുള്ളതാണ്. അതിവിടെ ഒരു guidance ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു സമയം അവരുടെ മനസ്സിലുള്ള ആ ഒരു ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹത്തെ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്. ചിന്തകളിൽ മുഴുവനും നിങ്ങളാണ്. ഒരു complete transformation ആണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു proper communication ലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു clarity കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ ഒരു relationship ൽ ഇപ്പൊ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു painful ആയ situation, വേദനാജനകമായ situation ഇതിനെയെല്ലാം എത്രയും പെട്ടെന്ന് move on ചെയ്യുക. അവരുടെ life ൽ ഒരു പ്രകാശം അത് നിങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ life ൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കാം പ്രകാശമായിട്ട് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അതിങ്ങനെ അണഞ്ഞു പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ആ ഒരു അണഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയെ വീണ്ടും ഒന്ന് തെളിയിച്ച് മുന്നോട്ടേക്ക് ഒരു long term ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ വളരെ fast ആയിട്ട് ഒരു communication നടത്തിയേക്കാം. ഇപ്പൊ ഞാൻ already പറഞ്ഞു block ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു block ഒക്കെ മാറ്റാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ വളരെ strong ആയിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ ഇതുവരെ ഇവരുടേതായ ഒരു comfort zone ലാണ് നിന്നിരുന്നത്. അതും നമ്മൾ already പറഞ്ഞായിരുന്നു. ഇവർക്ക് effort എടുക്കാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ട് അവരത് ചെയ്യാതെ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് നിന്നിരുന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പോ ആ ഒരു comfort zone ൽ നിന്ന് നിങ്ങളുടെ person പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എന്ത് situation ന്റെ പേരിലാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നതെങ്കിൽ പോലും അവർക്ക് ഇപ്പൊ ആ ഒരു situation ഒന്നും അവരുടെ കൺമുന്നിൽ കാണുന്നില്ല. പകരം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ അത് മാത്രമാണ് അവരിൽ കാണുന്നത്. മാത്രമല്ല ഈ ഒരു person ന്റെ energy യിൽ ഇവർ എവിടെ നിന്നൊക്കെ ഒരു വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. വേദന എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്ത പോലുള്ള സ്നേഹവും കാര്യങ്ങളോ ഒന്നും ആരും ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് മനസ്സ് ഈ രീതിക്ക് വന്നിരിക്കുന്നത്.
അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു സൈഡിൽ അവർ നിൽക്കുവാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ, അതിലാണ് ഇവർ ഈ ഒരു ചിന്തകളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫാസ്റ്റ് ആയിട്ട് എത്തുന്ന ആ ഒരു ഓർമ്മകളാണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ കാണിക്കുന്നത്. ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റിക്കൊക്കെ ഒരു ഇങ്ങനെ ഒരു ലാഗിങ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചിന്തിച്ചു കൂട്ടിയിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബം, കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മിസ്സിംഗ് ഒക്കെ എത്രയും വേഗം മാറ്റാനും, അതുപോലെ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളല്ല, ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. എല്ലാ രീതിക്കും ആ ഒരു വൈകാരികപരമായ സ്നേഹത്തെ നിറഞ്ഞ് മുന്നോട്ടേക്ക് ഒരു ഫ്ലവറിങ് വേണം നിങ്ങളുടെ ബന്ധത്തിൽ. ചെറിയ രീതിക്കല്ല, പൂർണ്ണമായും നഷ്ടപ്പെട്ടൊക്കെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വളർച്ച വീണ്ടെടുത്ത് ഇവരാൽ കഴിയുന്ന രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാനും, വീണ്ടും ആ ഒരു പഴയ കാലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനും, ആ ഒരു സത്യസന്ധത നിലനിർത്തി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ആലോചന നിങ്ങളുടെ വ്യക്തിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം വേദനകൾ അനുഭവിക്കുകയാണ് ഇവർ കാരണം, അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരത് അറിയുന്ന സമയത്താണ് ഇവർ ചിന്തിക്കുന്നത് നേരത്തെ തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാനസികപരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് നോവിക്കുന്നുണ്ട്. ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രത്തോളം നോവ് തോന്നുന്നത്. എത്രത്തോളം അവർ മാറി നിന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ അവർ വേദനിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹത്തിൽ ഒരു ജെനുവിനിറ്റി ഉണ്ട്. അല്ലാതെ അവർ വേദനിക്കേണ്ട കാര്യമില്ല. അതിപ്പോ അവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. സ്നേഹിക്കാത്ത ഒരു വ്യക്തികളല്ല. പക്ഷെ ഒരു സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു wrong decision അവർ ചെയ്തു പോയിട്ടുണ്ട്. അതിൽ അവരിപ്പോ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. അത് മുഖേന ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടും ഉണ്ടായിരിക്കാം. ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിനെല്ലാം ഇവിടെ ഒരു ഫലം ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇവരുടെ ഓർമ്മകളിലും ചിന്തകളിലും എല്ലാം നിങ്ങളിപ്പോ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ ഭയങ്കരമായിട്ടൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു person ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു രീതികളൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ. അവർ വളരെയധികം ഡൗൺ സ്റ്റേജ് ആണ്. നമ്മളിവിടെ പറഞ്ഞു ഓവർ തിങ്കിങ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എടുത്തുചാട്ടം കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും ഭയങ്കരമായ ഒരു ഡൗൺ സ്റ്റേജിലാണ്, ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വയ്യ, അല്ലെങ്കിൽ അതിനുള്ള എനർജി അവർക്കില്ല. ഇനി അതൊക്കെ മതിയായി. ഇനി വേണ്ടത് സമാധാനപരമായ ഒരു രീതിയിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ രീതിക്ക് മുന്നോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി അവർക്ക് വരാനുള്ള റീസൺ തന്നെ അതാണ്. ബന്ധത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് ഇത്രയും കൺഫ്യൂഷൻ വരാനുള്ള മറ്റൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് മറ്റൊരാളെ കടത്താനായിട്ട് താല്പര്യമില്ല. ഇവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരെ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ മറ്റൊരാൾ വഴിയൊക്കെ വേണം നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട്. ഇനി അല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിലും ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. അതിനകത്ത് മറ്റൊരു സിറ്റുവേഷൻ, തേർഡ് പാർട്ടി എനർജീനെ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഈ ഒരു കെട്ട് പൊട്ടിച്ച് അവർ വരിക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. കാരണം അവരിലേക്ക് തന്നെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് തന്നെയാണ് ഇതിനെ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആരും അവരെ നിയന്ത്രിച്ച് വെച്ചിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് അത് ഇവർക്ക് വന്നിരിക്കുന്ന സമയമായത് കൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു യാത്രക്ക് ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു പ്ലാനിങ് ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ അവരുടെ ഓർമ്മകളിൽ ഈ രീതിക്കാണ് നിങ്ങളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.
റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കണം. ട്രിവാൻഡ്രം 42, അത്തം എന്നൊരു സ്റ്റാർ, പി എന്നൊരു ലെറ്റർ, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. ഇന്ന് മുതൽ 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു വരാനുള്ള ഒരു സാധ്യത അതിവിടെ കാണുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. എച്ച് എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, കാലിക്കട്ട്, ഉത്രട്ടാതി, 30, എൻ എന്നൊരു ലെറ്റർ, ഉത്രം, ആലപ്പുഴ, 1986, എസ് എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ, ലിയോ, 28, മാർച്ച്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, പൂരാടം, 28, എറണാകുളം, എം എന്നൊരു ലെറ്റർ, പൈസസ്, ഓഗസ്റ്റ്, പി എന്ന ലെറ്റർ. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.